ഇതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു. ഇനി മേലാൽ കരയാൻ പോണേണോ? ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറ്റും. ഈശ്വരാ, പക്ഷെ ഒരു പാഴ്സൽ ഉണ്ട് എനിക്ക്. ആ, ഞാനത് പറയാൻ നോക്കിയിരിക്കായിരുന്നു. അതെയാ, സാധനം എനിക്കൊരു ഇച്ചിരി മനപ്രയാസം ഉണ്ട്. കാര്യം അറിയില്ല, പറഞ്ഞോ നോക്കട്ടെ. എന്നാണേലും ഞാനിങ്ങനെ പറയാതെ എന്നോട് അത് മേടിക്കട്ടെ ഇത് മേടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. നേരേട്ടാ, എന്റെ മകളെ എല്ലാത്തിനും സപ്പോർട്ടാട്ടോ. എല്ലാം മേടിച്ചു. കാരണം ഈ ഒരു പ്രായത്തിൽ ഇതൊക്കെ അല്ലേ ഒരു സന്തോഷമുള്ളൂ. നേരാട്ടോ, എനിക്ക് ഇതൊക്കെ മേടിക്കണം ഭയങ്കര സന്തോഷമാണ്. പണ്ടാണേലും പേരൻസ്, നമ്മുടെയൊക്കെ പേരൻസ് അയ്യോ ഓരോ ആഗ്രഹങ്ങൾ മാറ്റി വെക്കും. പിള്ളേരുടെ ഫീസ്, അവരുടെ യൂണിഫോം, അതിനൊക്കെ എടുക്കാവല്ലോ എന്ന് പറഞ്ഞ അല്ലേ. ഇനിയിപ്പോ ഇത്രയും പ്രായമായില്ലേ, ഇനിയിപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. മേടിക്കും അല്ലേ, ഇങ്ങനത്തെ ഈ കുഞ്ഞൊരു സന്തോഷമല്ലേ ഇതൊക്കെ. എന്താ അമ്മി തുറക്കുന്നില്ല അങ്ങോട്ട്? തുറന്നു എത്ര രൂപയെന്ന് പറഞ്ഞില്ല അമ്മി? ഇതൊരു വില കൂടുതലാണ്. എത്ര രൂപയായി? 1299 കേൾക്കുമ്പോ ഒരു സമാധാനം. അത് സാരമില്ല. 299 എന്നാന്നറിയോ? നമ്മള് തൊടുപുഴയ്ക്ക് പോയി ഒരു സാധനം മേടിച്ചു. പെട്രോൾ കാശ് എത്രയാവും? ഒരു 200 രൂപയെങ്കിലും ആവില്ലേ? അപ്പൊ 200 രൂപ പോട്ടെന്ന് വെക്കുക. പിന്നെ 1000 രൂപ സാറില്ല, വീട്ടിൽ കൊണ്ട് തരുന്നല്ലേ. എന്നാ കവറിങ്ങാ ഇത്? ഇതന്നെ ചില്ല് പാത്രം വല്ലോ ആണോ? ഓ അല്ലെന്നേ. എന്താ സാധനം? എന്താ പ്ലാസ്റ്റിക് പാത്രമാണോ? പ്ലാസ്റ്റിക് പാത്രം അല്ല. എന്താണ്ടൊക്കെ എന്നെ കൊണ്ട് കാണിച്ചു, ഞാൻ മറന്നു പോയിട്ടോ എന്നാന്നൊക്കെ. ഞാൻ പൊട്ടിക്കാൻ ഹെൽപ്പ് ചെയ്യണോ? ഹെൽപ്പ് ചെയ്യാം. ഇതൊക്കെ നിസ്സാരമല്ലേ, ഇതൊക്കെ ഉള്ള കടിപ്പെല്ലാം കൂടെ അതേ തീർക്കണം അല്ലേ. അല്ല കേട്ടോ, അമ്മാതിരി പാക്കിങ് കേട്ടോ അമ്മാര്. അത് ഞാൻ സൈഡിൽ കൂടെ ഒന്നും കൂടെ കീറി വിടാം. സർജറി ചെയ്യുക ഇതിനെ നമ്മള്. പൊട്ടാതെ ഉടയാതെ ഇരിക്കാനൊക്കെ ആയിരിക്കും മമ്മി. അതെ അതെ, മമ്മിയെ പോലെ ഉള്ളവരൊക്കെ അല്ലേ ചിലപ്പോ എന്തെങ്കിലും പോറല് വന്നു കഴിഞ്ഞാൽ തിരിച്ചു കയറ്റി അയച്ചാലോ. എനിക്കല്ലേലും പുതുപുത്തനായിട്ടിരിക്കുന്ന എനിക്ക് ഇഷ്ടവും. അതെ അതെ, ഇതിനകത്തും കവറിങ് ഉണ്ടോ? അയ്യോ, അത് പൊട്ടിപ്പോയില്ലേ അടപ്പ്? ഒശോ, പൊട്ടിപ്പോയോ? അപ്പൊ അത് നമ്മള് തിരിച്ചു വിടണം. മമ്മി എന്നെ ഒന്നും പറയരുത്, ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ ഒന്നും അല്ല. നേരത്തെ പൊട്ടി വന്നോ? ഇതും പൊട്ടിയതാ. അയ്യോ, അത് അവരെനിക്ക് വന്നിട്ടുണ്ടല്ലോ മമ്മി. ഇതിങ്ങനെ കയറ്റി കഴിക്കുമ്പോ അവരെടുത്ത് ഇടുവല്ലോ, അങ്ങനെ പൊട്ടിപ്പോയോ? പറിക്കണ്ട. ഈ രണ്ടിന്റെ അടപ്പ് പൊട്ടിപ്പോയെന്നേ. രണ്ട് അടപ്പുണ്ടോ ഇതിന്? അല്ല, രണ്ടെണ്ണം അല്ലേ? അത് രണ്ടെണ്ണ. ആ, 2 പാത്രമാണ്. 2 പാത്രത്തിന്റെ അടപ്പ് പൊട്ടിപ്പോയത്. പൈസയും കൊടുത്തതാ. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് എന്ത് പർപ്പസിനാ അമ്മ വാങ്ങിയേ? ഓ, ഇത് അഴിച്ചെടുക്കണേ. അടപ്പിന് തീരെ ക്വാളിറ്റി ഇല്ല കേട്ടോ. അടപ്പിനും ഇല്ല, പാത്രത്തിനും ഇല്ല കേട്ടോ. ഉള്ളത് പറയാലോ. ഏത് സൈറ്റിൽ നിന്നാ വാങ്ങിയെന്ന് ഓർമ്മയുണ്ടോ? ഏതാണ്ടൊരു സൈറ്റ്, വലിയ പ്രധാനപ്പെട്ട സൈറ്റൊന്നും അല്ല. എൻ്റെ പൈസ കളഞ്ഞു. അടപ്പും പൊട്ടിപ്പോയി. സ്റ്റീൽ പാത്രത്തിനും വല്ല കനമില്ലാന്നേ. മമ്മി അങ്ങോട്ട് മരുന്നുണ്ട് കേട്ടോ. അവര് തിരിച്ചു മേടിക്കുമോ? വെച്ചാ തിരിച്ചു മേടിക്കും. അല്ലാതെ ഇപ്പൊ എവിടെ പൈസ തരുമോ? അതോ തിരിച്ചു മേടിക്കാൻ? അതിന് തിരിച്ചു കൊടുക്കാൻ ഈ സൈറ്റ് എവിടുന്ന അമ്മ വാങ്ങിയെന്നറിയാവോ? ദൈവമേ, അപ്പൻ എന്നെ കൊല്ലും എന്നാ. ആവശ്യമില്ലാത്ത എല്ലാം വാരി വലിച്ച് മേടിക്കുകയും ചെയ്യും. സാരമില്ല, എന്തിനും വഴി ഉണ്ടാക്കാം. എനിക്ക് തോന്നിട്ടില്ല അവരെ എടുത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പോയതായി സാധനം. ഇതുണ്ടോ? ആ അതെന്നെ, 2 എണ്ണത്തിന്റെയും പൊട്ടിപ്പോയേക്കണു. എന്നാലും ഇങ്ങനെ വരാറില്ല കേട്ടോ. പക്ഷെ മമ്മി ഈ പ്ലാസ്റ്റിക് ഇത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, ഇതിന് ഒട്ടും വിലവില്ലാന്ന്. ഇത് പ്ലാസ്റ്റിക് ഭയങ്കര ലോ ക്വാളിറ്റി. പ്ലാസ്റ്റിക്കും അതേ, പാത്രത്തിന് ഒരു കനവും ഇല്ല. ലോ ക്വാളിറ്റിയാ, ഭയങ്കര ലോ ക്വാളിറ്റി. തിരിച്ചുവിട്. മതി, തിരിച്ചുവിട്ടാൽ എനിക്ക് പൈസ മതി. എനിക്ക് പാത്രം വേണ്ടായിരുന്നു. അതിപ്പോ തന്നെ കിട്ടി. ഇത് മാറിയെടുക്കാൻ പറ്റിയത് തന്നെ ഭാഗ്യം. അന്നേരം അമ്മയ്ക്ക് പൈസ വേണ്ട, പാത്രം മതി. അല്ല, പാത്രം വേണ്ട, പാത്രം വേണ്ട, പൈസ മതി. പോട്ടെ, സാരല്ല, വിഷമിക്കണ്ട. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറ്റും. ഇപ്പൊ ഞാൻ പറയുന്നു, ഇതിനും വേഗം തൊടുപുഴ പോയി ടൗണിൽ പോയി വാങ്ങുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി സാധനം മേടിക്കാം. ഇതുപോലെ കളിപ്പിക്കില്ല അല്ലേ. കരയാൻ പോണേണോ? ഇത്രയും വലിയൊരു അബദ്ധം. ഈ പാത്രത്തിന് ഒരു ക്വാളിറ്റി ഇല്ല. നോക്കിയേ, ഇത് ചുമ്മാ ഒരു പാത്രം. മമ്മി പാത്രം പിന്നെ പോട്ടെ. ഇതിനകത്ത് എന്ത് വെക്കാനാണ് മമ്മിക്ക്? ഞാൻ സാധനങ്ങൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ എന്ന് ഓർത്തോണ്ടായിരുന്നു. ഇറച്ചി കൊണ്ടുവന്നിട്ട് പച്ച ഇറച്ചിയായിട്ട് അത്രയും വലിപ്പമൊക്കെ ഉണ്ടല്ലോ. 1300 രൂപയെ ഒന്ന് ഓർത്തു. 1300 രൂപ 2 പാത്രം. എന്റെ ഭ്രാന്താണോ? എന്നെ പറഞ്ഞാൽ മതി, വേറെ ആരും പറയണ്ട. ഇത് കൂട്ട് വട്ട് കാണിക്കുന്നത്. വലിയ ആകാംക്ഷയോടെ മേടിച്ചിട്ട് ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ എടുത്ത് എറിയൂ ഇത്. അന്നേരം പക്ഷെ ഈ പ്ലാസ്റ്റിക് ഇത്രയും പൊട്ടിയാന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതും പൊട്ടിപ്പോയെന്നേ. അതും പോയി അല്ലേ?
ആ അടപ്പും പോയി. ഈ അടപ്പും പോയി. ഇത് കണ്ടില്ല, ചുമ്മാ പേപ്പർ പോലെ ഇരിക്കണ ഒരു അടപ്പ്. ഇത് കണ്ടോ വിട്ടുപോയിരിക്കണം. ഇതെങ്ങാനും ഇതിന്റെ ആളെങ്ങാനും കണ്ടോ ഇത് വെച്ച് അയ്യോ എനിക്ക് നല്ല ദേഷ്യമുണ്ട് കേട്ടോ. ഇത്രയും പൈസ മുടക്കിയിട്ട് എൻ്റെ ഈശ്വരാ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ അമ്മ ഇത് എവിടുന്ന വാങ്ങിയെന്ന്. കിട്ടിക്കഴിഞ്ഞാൽ മെൻഷൻ ചെയ്തേക്കാം. ഒരു ചെറുക്കൻ എന്നെ വിളിച്ചില്ല രാവിലെ. ആ ചെറുക്കൻ്റെ നമ്പർ നോക്കിയാൽ കിട്ടുമോ? അവനെ പറഞ്ഞല്ലേ. അല്ല അവനെ നോക്കിയാ പറയാ. അവനോട് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല ഇത് എവിടുന്ന മേടിച്ചത് എന്നാന്നൊക്കെ. അതൊന്നും അറിയാൻ പറ്റില്ല. ഇതിന്റെ അഡ്രസ് എവിടുന്നാ വന്നേ? ആ ചെറുക്കനും അറിയത്തില്ല ചേ. കാണിച്ച് നോക്കട്ടെ. നല്ല മനപ്രയാസം കേട്ടോ. അഡ്രസ് പോലും ഇല്ല. ഇതെന്നാ നോക്കിയേ. അഡ്രസ് ഒന്നുമില്ല മോളെ. ഇത് കൊല്ലേ നമുക്ക് നോക്കാം. ബേജാറാവണ്ട. മമ്മി ഒരു പാഠം പഠിക്കാനുണ്ട്. മമ്മിക്ക് കുറെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് പാത്രം മേടിച്ച് കുറെ കൂടുതലായിരുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു. ഇനി മേലാൽ മേടിക്കില്ല ഞാൻ ഓൺലൈനിൽ നിന്ന്. മടുത്തോ? വെറുത്തു പോയിന്നല്ലേ? എന്റെ കൊച്ചെ എന്തൊരു അബദ്ധം കാണിച്ചേ. പൈസ മുടക്കിയാൽ അതിന് മൂല്യമുള്ളത് വല്ലതും കിട്ടണ്ടേ നമുക്ക്? അത് ശരി. അത് വളരെ 1300 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയാണോ? അതെ 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 അതെ. മമ്മി ആ ഫ്ലോപ്പായ പാത്രം പിടിച്ചൊരു പോസ് തന്നെ. സങ്കടമുണ്ട് കേട്ടോ.